അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹുമ്മ അൻഫഅനാ ബിമാ അല്ലംതനാ വഅല്ലിംനാ മാ യൻഫഉനാ വസിദ്നാ ഇൽമാ. സ്നേഹമുള്ള സഹോദരിമാരെ, അള്ളാഹുവിന്റെ അതിമഹത്തായ തൗഫീഖ് കൊണ്ട് എല്ലാ ആഴ്ചയും അൽഹിമായ വെർച്വൽ അക്കാദമി സഹോദരിമാർക്ക് വേണ്ടി സംഘടിപ്പിക്കുന്ന ഹിമായുടെ ദർസ് ക്ലാസ്സിലാണ് അൽഹംദുലില്ലാ നമ്മൾ ഉള്ളത്. നമുക്ക് സമാധാനവും ജീവിതത്തിൽ ചില തിരിച്ചറിവുകളും ലഭിക്കുന്ന കാര്യങ്ങളാണ് ഓരോന്നായി നമ്മൾ ചർച്ചക്കെടുക്കാറുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും ജീവിതത്തിൽ പകർത്താനും നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. നിസ്കാരം ശരിയായില്ലെങ്കിൽ വരുന്ന 10 അപകടങ്ങളെ കുറിച്ചാണ് ഓരോന്നായി ഇൻഷാ അല്ലാഹ് നമ്മൾ വിശദീകരിക്കുന്നത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പലപ്പോഴും നമ്മുടെയൊക്കെ മനസ്സിലുള്ള ഒരു ടെൻഷനാണ്, എന്റെ നിസ്കാരം ശരിയാണോ, എന്റെ നിസ്കാരത്തിൽ പാളിച്ചകളുണ്ടോ, നിസ്കാരത്തിൽ പലപ്പോഴും ശ്രദ്ധ ലഭിക്കുന്നില്ലല്ലോ. ഇങ്ങനെ തുടങ്ങി ഒരുപാട് നിസ്കാരവുമായി ബന്ധപ്പെട്ട നിസ്കരിച്ചു എന്ന ഒരു ഫീലിംഗ് പോലും ഇല്ലാത്ത അവസ്ഥ നമുക്കൊക്കെ ഉണ്ടാകാറുണ്ട്. യഥാർത്ഥത്തിൽ നിസ്കാരം ശരിയായി നിർവഹിക്കുക എന്നുള്ളതാണ് അള്ളാഹുവിന്റെ ഖുർആൻ നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത്. അഖീമുസ്സലാ ഖുർആനിന്റെ ഒരു പ്രഖ്യാപനമാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ ഇഖാമത്തുസ്സലാ അല്ലെങ്കിൽ അഖീമുസ്സലാ ഈ പദപ്രയോഗങ്ങൾ ഖുർആനിലും ഹദീസിലും. എന്താണ് ഇഖാമത്തുസ്സലാ അല്ലെങ്കിൽ അഖീമുസ്സലാ അല്ലെങ്കിൽ യുഖീമുനസ്സലാ എന്നൊക്കെ പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശം നിസ്കാരം നിർവഹിക്കേണ്ട രീതിയിലും രൂപത്തിലും കൃത്യമായി നിർവഹിക്കുക. അതിലെല്ലാം പെട്ടു. അങ്ങനെ നിസ്കരിക്കാനാണ്, അങ്ങനെയുള്ള നിസ്കാരമാണ് അള്ളാഹു നമ്മളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. എന്നാൽ നമ്മുടെ നിസ്കാരം പലപ്പോഴും ശരിയായാണോ നമ്മൾ നിർവഹിക്കുന്നത്? അതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ടോ? അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. നിസ്കാരം ശരിയാക്കിയില്ലെങ്കിൽ വരുന്ന 10 അപകടങ്ങളാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. നിങ്ങൾ റെഡിയാണെങ്കിൽ 10 എന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ, മാഷാഅല്ലാഹ് മാഷാഅല്ലാഹ്, ബറക്കല്ലാഹു ഫീക്കും. ഓക്കെ, ഞാൻ നേരെ വിഷയത്തിലേക്ക് പോകണം. ഒന്നാമത്തെ അപകടം പരലോകത്ത് തീരാ നഷ്ടമുണ്ടാകും എന്നുള്ളതാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളരെ ഗൗരവമുള്ള ഒരു ഹദീസ്. ആ വാചകം മതി ശരിക്കും ഇതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ. ഇന്ന അവ്വല മാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമ മിൻ അമലിഹി സ്വലാത്തുഹു. ഒരു അടിമയെ ഖിയാമത്ത് നാളിൽ വെച്ച് അള്ളാഹു ആദ്യം അവന്റെ കർമ്മങ്ങളിൽ നിന്ന് വിചാരണ ചെയ്യുന്നത് അവന്റെ നിസ്കാരമായിരിക്കും. കണ്ണടച്ച് മരണപ്പെട്ട് നാളെ പരലോകത്ത് കണ്ണ് തുറക്കുമ്പോൾ
കോടാനുകോടി മനുഷ്യരെ അള്ളാഹു ഒരുമിച്ചു കൂട്ടുന്ന നാളിൽ എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ വിശ്വസിച്ച പരലോകത്ത് നമ്മൾ ഒരുമിച്ച് കൂട്ടപ്പെടുന്നത്. ആ പരലോകത്തിന്റെ ഭയാനകതയിൽ നമ്മൾ വന്നു നിൽക്കുമ്പോൾ ആദ്യം നമ്മെ വിചാരണ ചെയ്യപ്പെടുന്ന ആദ്യത്തെ ചോദ്യം നിസ്കാരത്തെ കുറിച്ചായിരിക്കും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫഇൻ സ്വലുഹത്, ആ നിസ്കാരം റെഡിയാണെങ്കിൽ, അത് ശരിയാണെങ്കിൽ, ഫഖദ് അഫ്ലഹ വ അൻജഹ, അയാൾ വിജയിച്ചു. അതല്ല വഇൻ ഫസദത്, അത് ഫസാദിലാണോ, ആ നിസ്കാരത്തിന് പ്രശ്നമുണ്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ രീതിയിലും രൂപത്തിലുമല്ല നിർവഹിച്ചതെങ്കിൽ, അതിന് വലിയ ഒരു ശ്രദ്ധ കൊടുത്തിട്ടില്ല എങ്കിൽ, ഒരു പേരിനുള്ള നിസ്കാരമാണ് എങ്കിൽ, ഫഖദ് ഖാബ വ ഖസിറ, അവന് തീരാ നഷ്ടമായിരിക്കും. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അഥവാ ഒരു മനുഷ്യന്റെ ജീവിതം മുഴുവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവന്ന് വെക്കുന്ന ഒരു പോയിന്റാണ് ശരിക്കും നിസ്കാരം. ഒരു മനുഷ്യന്റെ ആയുസ് മുഴുവൻ വിചാരണക്കെടുക്കുമ്പോ എന്തെല്ലാം ഇബാദത്തുകളുണ്ട്, അള്ളാഹു കൽപ്പിച്ച എന്തെല്ലാം കൽപ്പനകളുണ്ട്. പക്ഷെ ആ കാര്യങ്ങളൊക്കെ പിന്നിലാക്കി അള്ളാഹു ഒരു വിഷയത്തെ ഒന്നാമതായി കൊണ്ടുവന്നു, അതാണ് നിസ്കാരം. ആ നിസ്കാരത്തിൽ ശരിയായാൽ, അത് റെഡിയായാൽ അവൻ വിജയിച്ചു. അതിൽ പരാജയമുണ്ട് എങ്കിൽ അവൻ പരാജയപ്പെട്ടു. അതിനർത്ഥം ആ നിസ്കാരം ശരിയായാൽ അവന്റെ മറ്റു കാര്യങ്ങളെല്ലാം ശരിയാകും എന്നുള്ളതാണ്. മനസ്സിലായോ? നമുക്ക് മറ്റു കാര്യങ്ങളൊന്നും പലപ്പോഴും ശരിയാകുന്നില്ല എന്ന ഫീലിംഗ് ആണോ ഉള്ളത്? നമ്മുടെ നിസ്കാരം ശരിയല്ല എന്നതാണ്. അതാണ് ഈ ആയത്തുകളും ഹദീസുകളും ഒക്കെ നമ്മളെ പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട പാഠം. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാരെ, തീരാ നഷ്ടമായിരിക്കും അല്ലെ പരലോകത്ത് വിജയിക്കുക എന്നുള്ളതാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. പക്ഷേ അതിനേക്കാൾ ഏറെ ടെൻഷൻ, ബേജാറ് നമുക്ക് വേറെ എന്തെങ്കിലും ഉണ്ടാകുക. അതാണ് ഒന്നാമത്തെ അപകടം. രണ്ടാമത്തേത്, നിസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല. നിസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല. നിസ്കാരം ശരിയല്ലേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ച പോലെയല്ലേ നിർവഹിക്കുന്നത്? അതിലെ റുക്നുകൾ, അതിലെ വാജിബുകൾ, അതിൽ നിർബന്ധമായും ചെയ്യേണ്ട കാര്യങ്ങൾ, അതൊക്കെ ഹദീസുകളിലൂടെ മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് കൃത്യമായിട്ട് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. അതൊന്നും ശരിയാകുന്നില്ല എങ്കിൽ, കൊടുക്കേണ്ട രീതിയിൽ ശ്രദ്ധ കൊടുക്കുന്നില്ല എങ്കിൽ, ആ നിസ്കാരത്തിന് എന്ത് വിലയാണുള്ളത്? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാചകം നിങ്ങൾ നോക്കി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇന്ന റജുല ലയുസല്ലി 60 സന, ഒരാള് 60 വർഷം നിസ്കരിക്കുന്നു. വമാ തുഖ്ബലു ലഹു സ്വലാത്തുൻ, 60 വർഷം നിസ്കരിച്ച വ്യക്തിയുടെ ഒരു നിസ്കാരം പോലും അള്ളാഹ് സ്വീകരിക്കുകയില്ല. എന്താ കാരണം പറഞ്ഞറിയോ? നമ്മളെ വയസ്സൊന്ന് കൂട്ടി വെക്കുക. അർച്ചോനെ എങ്ങനെയെങ്കിലൊക്കെ സ്വീകരിച്ചോളൂ, ഞാൻ നിസ്കരിക്കണ്ടല്ലോ എന്നുള്ളതാണ് നമ്മളെ സമാധാനം. നിസ്കരിച്ചിണ്ടല്ലോ, എന്തൊക്കെയാണെങ്കിലും ഞാൻ നിസ്കരിക്കണ്ടല്ലോ, അത് പിശാചിട്ട് തരുന്ന സമാധാനമാണ്. ശരിക്കും ആലോചിച്ചോളി. എങ്ങനെയെങ്കിലും നിസ്കരിച്ച് സമാധാനിച്ചിരിക്കേണ്ടവരല്ല പ്രിയപ്പെട്ടവരെ നമ്മൾ. അത് പൈശാചികമായ സമാധാനമാണ്. ലഅല്ലഹു യുതിമ്മു റുകൂഅ വല യുതിമ്മു സുജൂദ്,
എന്നിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരാളുടെ റുക്കു പൂർണ്ണമാകുകയില്ല. ഒന്നെങ്കിൽ റുക്കു പൂർണ്ണാകൂല, അല്ലെങ്കിൽ സുജൂദ് പൂർണ്ണാകൂല, അല്ലെങ്കിൽ വയുത്തിമ്മു സുജൂദ്, സുജൂദ് റെഡി ആയിട്ട് നിർവഹിച്ചിട്ടുണ്ടാകും, വല യുത്തിമ്മു റുക്കു, റുക്കു പൂർത്തിയായിട്ട് ഉണ്ടാവില്ല. അഥവാ നിസ്കാരത്തിന്റെ കാര്യം അത്രയൊന്നും ശ്രദ്ധിക്കാതെ, റുക്കുഉം സുജൂദും കൃത്യമായി നിർവഹിക്കാതെ നിസ്കരിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിസ്കാരം സ്വീകരിക്കുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ മുന്നിൽ വെച്ച് ഒരു സഹാബി വന്ന് നിസ്കരിച്ചു. നബി അവിടെ ഇരിക്കുന്നുണ്ട്. ഒരു സഹാബി മദീനത്തെ പള്ളിയിൽ വെച്ച് നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞ് നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് വന്ന് സലാം പറഞ്ഞു. അവിടുന്ന് സലാം മടക്കി അവിടുന്ന് പറഞ്ഞ സംഗതി എന്താ വെച്ചാൽ, താങ്കൾ മടങ്ങിപ്പോവുക, താങ്കൾ നിസ്കരിക്കുക. ഫഇന്നക ലം തുസല്ലി, നിങ്ങൾ നിസ്കരിച്ചിട്ടില്ല. അദ്ദേഹം പോയി നിസ്കരിച്ചു. വീണ്ടും വന്നു. അപ്പോഴും പ്രവാചകൻ പറഞ്ഞു, മടങ്ങിപ്പോക്, നീ നിസ്കരിക്ക, നീ നിസ്കരിച്ചിട്ടില്ല. അദ്ദേഹം മൂന്നാമതും പോയി നിസ്കരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നപ്പോ മൂന്നാമത്തെ തവണയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മടക്കി അയക്കണം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, പ്രവാചകരെ, എനിക്ക് ഇങ്ങനെയേ നിസ്കരിക്കാൻ പറ്റുള്ളൂ, എനിക്ക് നിങ്ങൾ നിസ്കാരം പഠിപ്പിച്ചു തരൂ. മനസ്സിലായി? എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ നിസ്കാരത്തിലെ പാളിച്ചകൾ മനസ്സിലാക്കി കൊടുക്കുന്ന വിധത്തിൽ അത് വിശദീകരിക്കാൻ കുറച്ച് വിശദമായ ഹദീത്താണ്. അഥവാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാചകമാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ആ വാചകമാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നീ നിസ്കരിച്ചിട്ടില്ല, നിസ്കരിച്ച വ്യക്തിയോടാണ് അവിടുന്ന് പറയുന്നത്, നിസ്കരിച്ചിട്ടില്ല. പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മളൊക്കെ ഒരുപാട് വർഷമായി നിസ്കരിക്കാൻ തുടങ്ങിയിട്ട്, എന്നിട്ട് നമ്മൾ നിസ്കരിച്ചിട്ടില്ല എന്ന ഒരു അവസ്ഥയിലേക്കാണ് നാളെ പരലോകത്ത് നമ്മൾ എത്തുമ്പോ നമുക്കൊക്കെ കാര്യമായിട്ട് പറയാനുള്ളത് നിസ്കാരത്തെ കുറിച്ചായിരിക്കും. ആ നിസ്കാരം അത് അള്ളാഹു സ്വീകരിച്ചിട്ടില്ല എന്ന് പറയുന്ന ഒരവസ്ഥ വന്നാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? നമ്മൾ ആലോചിക്കുക, എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? ഞാൻ ബേജാറാക്കാനോ പ്രയാസപ്പെടുത്താനോ ഒന്നുമല്ല പറയുന്നത്. നമ്മള് ചില റെഡ് സിഗ്നലുകളാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ചില ബോധ്യപ്പെടണം. എങ്ങനെയെങ്കിലും ചട്ടിക്കുട്ടി നിർവഹിച്ചു പോകേണ്ട സംഗതിയല്ല. ബാങ്ക് കൊടുത്തു, പോയി നിസ്കരിക്കുക. പള്ളി മിനാരങ്ങളിൽ നിന്ന് ബാങ്കൊലി മുഴങ്ങുമ്പോ അങ്ങോട്ട് പോകാൻ നിസ്കരിക്കുക. എന്നിട്ട് നമ്മൾ നിസ്കരിച്ചു എന്നുള്ള അങ്ങനെ എങ്ങനെയെങ്കിലും നിർവഹിച്ച് തീർക്കേണ്ട സംഗതിയല്ല ഇത്. ഇത് ജീവിതത്തെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിന് സമം വെച്ചത്. ശരിക്കും മനസ്സിലാക്കിക്കോളി, ജീവിതത്തെയാണ് അള്ളാഹു ഇതിന് സമം വെച്ചത്. അത് നമ്മൾ എന്ത് ചെയ്യണം? വളരെ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ട സംഗതിയാണ്. അതാണ് രണ്ടാമത്തത്. 2 ക്ലിയർ ആണെങ്കിൽ 3 ടൈപ്പ് ചെയ്യാം. 2 പറഞ്ഞ് ക്ലിയർ ആണെങ്കിൽ 3 ടൈപ്പ് ചെയ്യാം. ഓക്കെ, മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. അത് ഒന്നുകൂടി പറയാനുണ്ട്. മഹാനായ ഹുദൈഫത്തുൽ യമാനി റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിയാണ്. അദ്ദേഹം ഒരാൾ നിസ്കരിക്കുന്നത് കണ്ടു. അപ്പൊ നിസ്കാരത്തെ വളരെ ഗൗരവമൊന്നും കാണാതെ ലഘുവായിട്ട് അദ്ദേഹം കാണുന്നത്, നിസ്സാരമായിട്ടാണ് കാണുന്നത്. നിസ്കരിക്കേണ്ട രീതിയിലല്ല നിസ്കരിക്കുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, മുൻദുക്കം തുസല്ലി ഹാദിഹി സന ഹാദിഹി സ്വല, ഈ നിസ്കാരം എത്ര കാലമായി നിങ്ങൾ നിർവഹിക്കാൻ തുടങ്ങിയിട്ട്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, മുൻദു അർബഈന സന, ഞാൻ 40 കൊല്ലായി തുടങ്ങിയിട്ട് നിസ്കരിക്കാൻ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഖാല മാ സല്ലൈത മുൻദു അർബഈന സന, എന്നാൽ 40 വർഷമായി ഇനി നിസ്കരിച്ചിട്ടില്ല. 40 വർഷമായി നിസ്കരിച്ചിട്ടില്ല.
എന്നിട്ട് പറയുന്ന വാചകം എന്താ? വലൗ മിത്ത വ അൻത തുസല്ലി ഹാദിഹി സ്വല, നീ ഇങ്ങനെ നിസ്കരിച്ചുകൊണ്ടാണ്, ഈ നിസ്കാരം നിസ്കരിക്കുന്ന അവസ്ഥയിലാണ് നീ മരണപ്പെട്ടു പോകുന്നതെങ്കിൽ, മിത്ത അല ഗൈരി ഫിത്രത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ പ്രവാചകന്റെ മാർഗത്തിലായിട്ടല്ല നീ മരണപ്പെട്ടു പോകുന്നത്. എത്ര ഗൗരവത്തോടെയാണ് സഹാബത്ത് നിസ്കാരത്തെ കണ്ടത്, നമ്മൾ ആലോചിക്കണം. അതാണ് രണ്ടാമത്തെ സംഗതി. മൂന്നാമത്തത്, പ്രിയപ്പെട്ട സഹോദരിമാരെ, സമാധാനം നഷ്ടപ്പെടുന്നുള്ളതാണ്. ശരിക്കാലോചിച്ചോളി. ശരിയായി നിസ്കരിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ സമാധാനവും ബറക്കത്തും ഒക്കെ കിടക്കുന്നത് നിസ്കാരത്തിലാണ്. കടുത്ത പരീക്ഷണങ്ങളിലൂടെ കടന്നു പോവുകയാണ്, പ്രതിസന്ധികളിലൂടെ കടന്നു പോവുകയാണ്. ആ സന്ദർഭങ്ങളിൽ വരെ ആശ്വാസമായി പരിചയപ്പെടുത്തിയതാണ് നിസ്കാരം എന്നുള്ളത്. അത് ശരിയായി നിസ്കരിക്കുമ്പോഴാണ് ആ സമാധാനം നമുക്ക് കിട്ടുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് സന്തോഷം കിട്ടിയത്, റാഹത്ത് കിട്ടിയത് നിസ്കാരത്തിലാണ്. അരിഹ്ന യാ ബിലാൽ, ബിലാലെ നിസ്കാരം കൊണ്ട് റാഹത്ത് കൊണ്ടാ എന്ന് ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകൻ പറയുന്ന വാചകം ഹദീസുകളിൽ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് സമാധാനം കിട്ടണില്ലേ? നമുക്ക് എപ്പോഴും ടെൻഷനാണ്, ബേജാറാണ്, പ്രശ്നങ്ങളാണ്. നമ്മുടെ മുമ്പിൽ ദുനിയാവാണ് വലിയ പ്രശ്നം എങ്കിൽ, സമാധാനം നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ നമ്മുടെ നിസ്കാരത്തിന് പോരായ്മയുണ്ട്. നിസ്കരിച്ചിട്ടും നമുക്ക് സമാധാനത്തെ കണ്ടെത്താൻ, റബ്ബിൽ തവക്കുലാക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അതാണ് മൂന്നാമത്തത്. അതാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു താഹയിൽ പറഞ്ഞത്, വമൻ അറള അൻ ദിക്രി, എന്റെ ദിക്റിനെ തൊട്ട്, ഉത്ബോധനത്തെ തൊട്ട് ആരെങ്കിലും തിരിഞ്ഞു കളഞ്ഞാൽ ഫഇന്ന ലഹു മഈശതൻ ദൻക, അവന് കുടുസായ ജീവിതമായിരിക്കും ഉണ്ടാകുക. വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅ്മാ, അവന് അന്ധനായി നാൾ പരലോകത്ത് അള്ളാഹു ഒരുമിച്ച് കൂട്ടുന്നുള്ളതാണ്. കുടുസായ ജീവിതം. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദിക്റിനെ തൊട്ട് നമ്മൾ മാറിപ്പോയ, ആ ദിക്റിലൊക്കെ പ്രധാനപ്പെട്ട സംഗതിയാണ് നിസ്കാരം. അപ്പൊ സമാധാനം തിരിച്ചു കിട്ടണോ? നിസ്കാരത്തിലൂടെ കിട്ടും. ഇതാരാ പറഞ്ഞത്? അള്ളാഹ് പറഞ്ഞതാണ്. ആരാ പറഞ്ഞത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞതാണ്. അവിടുത്തെ ജീവിതം സാക്ഷിയാണ്, സഹാബത്തിന്റെ ജീവിതം സാക്ഷിയാണ്. അവർക്ക് റാഹത്ത് കിട്ടിയത് നിസ്കാരത്തിലാണ്. നിസ്കാരത്തിലാണ് അവർക്ക് റാഹത്ത് കിട്ടിയത്, സമാധാനം കിട്ടിയത്, സന്തോഷം കിട്ടിയത്. അപ്പൊ ശരിയായി നിസ്കരിക്കുമ്പോൾ അത് കിട്ടും, ശരിയായി നിസ്കരിച്ചിട്ടില്ലെങ്കിലോ അത് നഷ്ടപ്പെടും. അതാണ് മൂന്നാമത്തത്. ഓക്കെ, ക്ലിയർ ആണ്? ക്ലിയർ ആണെങ്കിൽ 4 ടൈപ്പ് ചെയ്യും. ഓക്കെ ഓക്കെ, മാഷാ അല്ലാഹ്, ബറക്കല്ലാഹു ഫീക്കും. നാലാമത്തത്, റബ്ബിൽ നിന്ന് അകലും. മനസ്സിന് ഏറ്റവും കൂടുതൽ ടെൻഷൻ ഉണ്ടാക്കുന്ന, വേദന ഉണ്ടാക്കുന്ന പോയിന്റാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിസ്കരിച്ചിട്ട് അള്ളാഹുവിൽ നിന്ന് അകലുക എന്നുള്ളത് എന്തൊരു ദുരന്താണ്. നിസ്കരിക്കുന്നുണ്ട്, പക്ഷെ ഓരോ നിസ്കാരവും റഹ്മാനായ റബ്ബിലേക്ക് അടുപ്പിക്കുന്നതിനു പകരം അള്ളാഹുവിൽ നിന്ന് അകറ്റുന്ന നിസ്കാരമാണ് നമുക്കുള്ളത്. ശരിക്കും ആലോചിച്ചോളി. മഹാനായ ഹസൻ അൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, ഒരാളുടെ നിസ്കാരം മൻ ലം തൻഹഹു സ്വലാത്തുഹു അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, ഒരാളെ തിന്മകളിൽ നിന്ന്, പാപങ്ങളിൽ നിന്ന് അയാളുടെ നിസ്കാരം തടയുന്നില്ല എങ്കിൽ, ഒരാൾ നിസ്കരിക്കുമ്പോൾ തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ അയാൾക്ക്, നിസ്കരിക്കുന്ന വ്യക്തിക്ക് സാധിക്കുന്നില്ല എങ്കിൽ, ആ നിസ്കാരം ലം തസ്ദദ് സ്വലാത്തുഹു മിനല്ലാഹി ഇല്ലാ ബുഅദ, അവന്റെ ആ നിസ്കാരം, അവളുടെ ആ നിസ്കാരം അള്ളാഹുവിൽ നിന്ന്
അകൽച്ചയല്ലാതെ, അകറ്റുകയല്ലാതെ വേറൊന്നും ചെയ്യൂല. നമ്മൾ മഗ്‌രിബ് നിസ്കരിച്ചു, നമ്മൾ ഇശാ നിസ്കരിക്കാൻ പോകുകയാണ്. വർഷങ്ങളായി നമ്മുടെ നിസ്കാരം അള്ളാഹുവിലേക്ക് അടുപ്പിക്കുകയാണോ ചെയ്യുന്നത്, അകറ്റാണോ ചെയ്യുന്നത്? നമ്മുടെ നിസ്കരിക്കുന്ന നിസ്കാരം കൊണ്ട് ഗീബത്തിൽ നിന്ന് നമുക്ക് മാറിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഹറാമുകളിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, തിന്മകളിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, സൂക്ഷ്മത ജീവിതത്തിൽ പാലിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ, ആ നിസ്കാരമാണ് അള്ളാഹുവിലേക്ക് നമ്മളെ അടുപ്പിക്കുന്നത്. ഇല്ലെങ്കിൽ ഓരോ നിസ്കാരം അള്ളാഹുവിൽ നിന്ന് നമ്മൾ അകറ്റാണ്. നമ്മൾ എത്ര ശ്രദ്ധിക്കണം, നിസ്കാരം നന്നാക്കാൻ എത്ര നമ്മൾ പരിശ്രമിക്കണം. അള്ളാഹു ഇത്തരം വിഭാഗങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതാണ് നാലാമത്തത്. അഞ്ചാമത്തത് ദീനിലുള്ള സ്ഥാനം നഷ്ടപ്പെടുന്നുള്ളതാണ്. ദീനിലുള്ള സ്ഥാനം നഷ്ടപ്പെടും. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു നാടുകളിലേക്ക് കത്തയക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ വാചകാണ്, ഇന്ന ഹമ്മ ഉമൂരിക്കും ഇൻദി അസ്സലാത്ത്. നിങ്ങളുടെ കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്റെ അടുക്കല് നിസ്കാരാട്ടോ. അതുകൊണ്ട് ആ നിസ്കാരം ആരെങ്കിലും ശരിയായി കൃത്യമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പോലെ നിർവഹിച്ചാൽ, അത് സംരക്ഷിച്ചു കൊണ്ടുപോയാൽ, ഹഫിള ദീന, അവൻ അവന്റെ ദീനിനെയാണ് സംരക്ഷിച്ചിട്ടുള്ളത്. വമൻ ലയ്യഅഹാ ഫഹുവ ലിമാ സിവാഹ അളിയ വലാ ഹള ഫിൽ ഇസ്ലാമി ലിമൻ തറക അസ്സലാ. ആരെങ്കിലും അത് പാഴാക്കി കളഞ്ഞാൽ പിന്നെ അവൻ അതിനേക്കാൾ ബാക്കിയുള്ളതൊക്കെ പാഴാക്കാൻ പ്രശ്നം ഉണ്ടാവില്ല. അതുകൊണ്ട് ഇസ്ലാമിൽ നിസ്കാരം ഉപേക്ഷിക്കുന്നവന് ഒരു സ്ഥാനവുമില്ല. മനസ്സിലായോ? ഉമർലാന് പറയുന്ന സംഗതിയാണ്. ഉമർലാന്റെ ഈ വാചകം ഉദ്ധരിച്ചതിന് ശേഷം മഹാനായ ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, വഇന്നമാ ഹള്ളുഹും ഫിൽ ഇസ്ലാമി അലാ ഖദരി ഹള്ളിഹിം മിനസ്സലാ. അഥവാ ഒരാൾക്ക് ഇസ്ലാമിൽ എത്രയാണ് സ്ഥാനമെന്നാണ് ഉമർലാന് പറഞ്ഞത്, അത് നിസ്കാരത്തിന് വില കൊടുക്കുന്നതിനനുസരിച്ച്. ഒരാൾ നിസ്കാരത്തെ എങ്ങനെ കാണുന്നു ജീവിതത്തിൽ, ഒരാൾ നിസ്കാരത്തെ ജീവിതത്തിൽ എങ്ങനെ കാണുന്നു, ഭൗതികമായ കാര്യങ്ങളെക്കാൾ ഏറെ നിസ്കാരത്തിന്റെ ഓരോ കാര്യം നന്നാക്കാൻ വേണ്ടി, അത് പഠിക്കാൻ വേണ്ടി, അത് മനസ്സിലാക്കാൻ വേണ്ടി, അതിൽ ശ്രദ്ധ കൊണ്ടുവരാൻ വേണ്ടി, അത് നിരന്തരം നന്നാക്കാൻ, ഓരോ നിസ്കാരം കഴിയുമ്പോഴും അടുത്ത നിസ്കാരം ഇതിനേക്കാൾ മെച്ചപ്പെടുത്താൻ, അങ്ങനെ ഒരു പരിഗണന, അങ്ങനെ ഒരു ശ്രദ്ധ എത്രത്തോളം കൊടുക്കുന്നോ അത്രത്തോളം അയാൾക്ക് ഇസ്ലാമിലുള്ള, ദീനിലുള്ള സ്ഥാനം അയാളത് ഉയർന്നു വരും. നിസ്കാരത്തെ കുറിച്ച് അദ്ദേഹത്തിനുള്ള, അല്ലെ അവർക്കുള്ള ആഗ്രഹം എത്രയുണ്ടോ, താല്പര്യം എത്രയുണ്ടോ, അതിനനുസരിക്കും ഇസ്ലാമിലും അവരുടെ താല്പര്യം ഉണ്ടാകാം. എന്നിട്ട് അദ്ദേഹം പറയണം, ഫഅരിഫ് നഫ്സക യാ അബ്ദല്ലാഹ്, അള്ളാഹുവിന്റെ അടിമേ, നീ മനസ്സിലാക്കണം, നീ കൃത്യമായി ഇത് മനസ്സിലാക്കണം. വഹ്ദർ, നീ ഭയപ്പെടണം. അൻ തൽഖല്ലാഹ അലാ വലാ ഖദറ ലിൽ ഇസ്ലാമി ഇൻദക്. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിനെ നീ കണ്ടുമുട്ടുന്ന സമയത്ത് നിന്റെ അടുക്കൽ ഇസ്ലാമിനൊരു വിലയുമില്ല. ആ അവസ്ഥയിൽ, അഥവാ നിസ്കാരത്തിന് വില കൊടുക്കാതിരിക്കുമ്പോൾ ഇസ്ലാമിന് വില ഉണ്ടാവൂല, നമ്മുടെ ദീനിന് വില ഉണ്ടാവൂല. ദീനിന് നമ്മൾ, നിസ്കാരത്തിന് നമ്മൾ ഒരു വിലയും നൽകാതെ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന അവസ്ഥയെ നീ ഭയപ്പെടണമെന്ന് മഹാനായ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി നമ്മളെ ഓർമ്മപ്പെടുത്താണ്. പ്രിയപ്പെട്ട സഹോദരിമാരെ, കണ്ടുമുട്ടണ്ടേ നമുക്ക് നമ്മുടെ റബ്ബിനെ? അപ്പൊ സന്തോഷം ഉണ്ടാകണം, അവിടെ സമാധാനം ഉണ്ടാകണം. നിസ്കാരത്തിന്റെ വിഷയത്തിൽ വില കൽപ്പിച്ചവരാകണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതാണ് അഞ്ചാമത്തെ പ്രശ്നം.
ആറാമത്തത് അള്ളാഹുവിന്റെ സംരക്ഷണം നഷ്ടപ്പെടുന്നുള്ളതാണ്. നിസ്കരിക്കുന്നതിന്റെ മഹത്വങ്ങളും അതിന്റെ നേട്ടങ്ങളും എത്രയാണ് അള്ളാന്റെ ഖുർആനിലും ഹദീസിലും ഉള്ളത്. പണ്ഡിതന്മാർ എത്രയാണ് ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുള്ളത്. ശരിക്കും അതിങ്ങനെ ഓരോന്ന് വായിക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ഇത്രയേറെ വില, ഇത്രയേറെ മഹത്വം, ഇത്രയേറെ നേട്ടങ്ങൾ ഈ നിസ്കാരത്തിനുണ്ടോ എന്ന് നമ്മൾ അത്ഭുതപ്പെടുമാറ് അത്രയും നേട്ടങ്ങൾ പ്രമാണങ്ങളിൽ വന്നിട്ടുണ്ട്. പക്ഷെ പ്രിയപ്പെട്ടവരെ, നമ്മൾ കൊടുക്കുന്നുണ്ടോ ആ വില? അള്ളാഹ് കൊടുത്ത വില, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത വില നമ്മൾ കൊടുക്കുന്നുണ്ടോ? സംരക്ഷണം കിട്ടുന്നതാണ്, നിസ്കരിക്കുന്ന ആളുകൾക്ക് സംരക്ഷണം കിട്ടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ രീതിയിൽ രൂപത്തിൽ കൃത്യമായി നിസ്കരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാന്റെ പ്രൊട്ടക്ഷൻ അവനുണ്ട്, അവൾക്കുണ്ട്. എന്തിനാ അവള് ബേജാറാണത്? എന്നെ പ്രയാസങ്ങളിൽ അപകടങ്ങളിൽ ഞാൻ പെട്ടുപോകോ? ബേജാറാണ്ട ആവശ്യമില്ല. കൃത്യമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രീതിയിലും രൂപത്തിലും നിസ്കരിക്കുന്നവളാണോ, ഫഹുവ ഫീ ദിമ്മത്തില്ലാഹ്, ആ വിശ്വാസി അള്ളാന്റെ സംരക്ഷണത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാചകങ്ങളെ ഹദീത്താണ് സ്ക്രീനിൽ കാണുന്നത്. മൻ സല്ല സലാത്ത സുബ്ഹ്, ഒരാൾ സുബ്ഹ് നമസ്കാരം നിർവഹിക്കുന്നുവെങ്കിൽ വഹുവ ഫീ ദിമ്മത്തില്ലാഹ്, അള്ളാന്റെ സംരക്ഷണത്തിലാണ്. അപ്പൊ കൃത്യമായി നമ്മൾ നിസ്കാരം നിർവഹിക്കുന്നില്ല എങ്കിൽ, നിർവഹിക്കേണ്ട രീതിയിൽ രൂപത്തിൽ കൃത്യമായി നിർവഹിക്കുന്നില്ല എങ്കിൽ സ്വാഭാവികമായും റബ്ബിന്റെ സംരക്ഷണം നഷ്ടപ്പെടുത്തുന്ന പ്രവണതയാണ്, അല്ലെങ്കിൽ പ്രവർത്തനമാണ് നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ഓക്കെ, ആരെണ്ണം ക്ലിയർ ആണെങ്കിൽ സീന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ, മാഷാഅല്ലാഹ്, ബറക്കല്ലാഹു ഫീക്. ഏഴാമത്തത്, പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുകയില്ല. നിസ്കാരത്തിലെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുകയില്ല. ശരിക്കും നിസ്കാരം എന്ന് പറഞ്ഞ പ്രാർത്ഥനകളാണ്. ശരിക്കും മനസ്സിലാക്കിക്കോ, നിസ്കാരം എന്ന് പറഞ്ഞ പ്രാർത്ഥനകളാണ്. നിസ്കാരത്തിലെ ഓരോ കാര്യങ്ങളും നമ്മൾ അറബിയിലാണ് പറയണത്. അറബിയിൽ പറയുന്നത് കൊണ്ട് പലപ്പോഴും ഇത് പ്രാർത്ഥിക്കുകയാണ് എന്ന് പോലും നമ്മൾ അറിയുന്നില്ല. പ്രാർത്ഥന സ്വീകരിക്കപ്പെടാൻ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു നിബന്ധനയുണ്ട്. അതാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഹദീസ്, ഉദ്ഉല്ലാഹ വഅൻതും മൂഖിനൂന ബിൽ ഇജാബ. ഉത്തരം കിട്ടുമെന്ന പൂർണ്ണമായ ഉറപ്പോടെയാകണം നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. വഅലമൂ, നിങ്ങൾ അറിയണം, അന്നല്ലാഹ ലാ യസ്തജീബു ദുആഅൻ മിൻ ഖൽബിൻ ഗാഫിലിൻ ലാഹിൻ. അശ്രദ്ധമായ ഹൃദയത്തോടുകൂടെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾക്ക് ലാ യസ്തജീബു, അല്ലാഹു ഉത്തരം കൊടുക്കൂല. നമ്മൾ നിസ്കരിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, അതിന്റെ അർത്ഥം എന്താണ്? നമ്മുടെ മനസ്സിലേക്ക് വരണം. മനസ്സാന്നിധ്യത്തോടുകൂടെ നമ്മൾ പ്രാർത്ഥിക്കണം. ഇല്ലെങ്കിൽ ആ പ്രാർത്ഥന കൊണ്ട് കാര്യമില്ല. ആ പ്രാർത്ഥന സ്വീകരിക്കപ്പെടാൻ പോകുന്നില്ല. കാരണം നമ്മൾ വേറെന്തോ ആലോചിച്ചാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, ദിക്റുകൾ ചൊല്ലുന്നത്, നിസ്കാരം യാന്ത്രികമായി പോകുന്നത്. എന്നാൽ അതിൽ ശ്രദ്ധ കൊടുന്ന് ഉത്തരം കിട്ടുമെന്ന ഉറപ്പോടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എത്രത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഉത്തരം നൽകിക്കൊണ്ടിരിക്കും. അല്ലാഹു നമ്മളെ പരിഗണിച്ചുകൊണ്ടിരിക്കും. വളരെ ഗൗരവമുള്ള വിഷയം. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്താണ്? ഞാൻ എന്താ നിസ്കാരത്തിൽ പറയുന്നത്? എന്റെ റഹ്മാനായ റബ്ബിനോടുള്ള മുനാജാത്താണ്, അഭിമുഖ സംഭാഷണമാണ് ഓരോ നിസ്കാരം. അതെനിക്ക് ശരിയായി നിസ്കരിക്കണം, അത് എനിക്ക് ശരിയായി നിർവഹിക്കണം. അതൊരു പോരായ്മ ഉണ്ടാകാൻ പറ്റൂല, ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് എനിക്ക്
ആ പറയുന്ന വാചകങ്ങളുടെ അർത്ഥം ഞാൻ പഠിക്കും, അതിലെ ആശയം ഞാൻ മനസ്സിലാക്കും. പഠിക്കുന്നു മാത്രല്ല, അത് നിർവഹിക്കുന്ന സന്ദർഭത്തിൽ, നിസ്കരിക്കുന്ന സമയത്ത് അതിൽ പറയുന്ന ഓരോ വാചകത്തിന്റെ അർത്ഥവും ഞാൻ മനസ്സിലേക്ക് കൊണ്ടുവരാൻ നിരന്തരം പരിശ്രമിക്കും. മനസ്സിലായി? അപ്പോഴാണ് നിസ്കാരത്തിലെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടുക. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അതാണ് ഏഴാമത്തത്. എട്ടാമത്തത്, നിസ്കാരം ശരിയായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രീതിയിലല്ല നമ്മൾ നിർവഹിക്കുന്നതെങ്കിൽ നിസ്കാരം ഭാരമായി മാറും. ഓ, ഇനിയിപ്പോ ഇശ നിസ്കരിക്കണല്ലോ, ഇപ്പൊ സുബഹിക്ക് എണീക്കണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ? യാത്രയിലാണ്. ബിലാൽ റളിയല്ലാഹുവിനോട് പറയാ, ബിലാൽ ഇഖാമത്ത് കൊടുക്ക്, വാങ്കൊടുക്ക്. നിസ്കാരം കൊണ്ട് റാഹത്ത് കൊണ്ടാണ്. അവർക്ക് റാഹത്ത് കിട്ടുന്നത് നിസ്കാരത്തിൽ. നമുക്ക് പലപ്പോഴും നിസ്കാരം കഴിഞ്ഞാലാ റാഹത്തിടാ, നിസ്കാരം അങ്ങോട്ട് കഴിഞ്ഞിട്ട് ഓ അവിടെ റാഹത്തായത്. പ്രിയപ്പെട്ട സഹോദരിമാരെ, ഇത് നമ്മുടെ നിസ്കാരത്തിലെ പോരായ്മയാണ്. നമ്മുടെ ഈമാനൊക്കെ എത്ര നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം, നമ്മുടെ നിസ്കാരം എത്രത്തോളം നമ്മൾ നന്നാക്കണം. നിസ്കാരം ഭാരമാകുന്ന വിഭാഗത്തെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തിൽ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഏഴാണിത് പറഞ്ഞത്, പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുക എന്നുള്ളത്. പ്രത്യേകിച്ച് സുബഹ് നമസ്കാരവും ഇശാ നമസ്കാരവും കപട വിശ്വാസികൾക്ക് അത് ഏറ്റവും പ്രയാസം ഉണ്ടാക്കുന്നതാണ്. നമുക്ക് പ്രയാസം ഉണ്ടാക്കുന്നുണ്ടോ? നമ്മുടെ ഈമാൻ മാറി പകരം അവിടെ നിഫാഖ് കടന്നു വരുന്നുണ്ടോ? നമ്മൾ ആലോചിക്കണം. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നിസ്കാരത്തെ ജീവിതത്തിന്റെ സമാധാനമാക്കി റഹ്മാനായ റബ്ബ് മാറ്റിത്തരുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറയണം, സൂറത്തു ബഖറയിൽ, വഇന്നഹാ ലകബീറ, അത് ഭയങ്കര വലിയൊരു കാര്യമാണ്, അത് ഭാരമുള്ള സംഗതിയാണ്. ഇല്ല അലൽ ഖാശിഈൻ, ഖുശൂ ഇല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം, ഭക്തിയില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം. ഭക്തിയുള്ളവരെ സംബന്ധിച്ചിടത്തോളം അത് ഭാരല്ല, അത് അവർക്ക് ആശ്വാസമാണ്. അവരുടെ വീട്ടുജോലികളിൽ, അവരുടെ കുടുംബ പ്രാരാബ്ദങ്ങളിൽ, അവരുടെ ജീവിതത്തിന്റെ നൂറുന്ന പ്രശ്നങ്ങളിൽ നിന്നൊക്കെ അങ്ങോട്ട് മാറി നിന്ന് വുളൂ ചെയ്ത് റഹ്മാനായ റബ്ബിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിസ്കരിക്കുമ്പോ അവൾക്ക് കിട്ടുന്ന വല്ലാത്ത സമാധാനമുണ്ട്, അവൾക്ക് കിട്ടുന്ന വല്ലാത്ത ആശ്വാസമുണ്ട്. ഭൗതികമായ ഒരു തെറാപ്പിയിൽ നിന്നും കിട്ടാത്ത, ഭൗതികമായ ഒരു സുഖ സൗകര്യങ്ങളിൽ നിന്നും കിട്ടാത്ത സന്തോഷവും സമാധാനവും ആശ്വാസവും 5 നേരത്തെ നിസ്കാരത്തിൽ നിന്ന് റഹ്മാനായ റബ്ബ് അതിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ എല്ലാവർക്കും കിട്ടൂല. നിസ്കാരത്തിന് ഗൗരവം കൊടുത്ത ആളുകൾ, അല്ലാത്ത ആളെ സംബന്ധിച്ചിടത്തോളം വഇന്നഹാ ലകബീറ, അത് അവർക്ക് പ്രയാസം ഉണ്ടാക്കുന്ന സംഗതി, വലിയൊരു ഭാരമുള്ള സംഗതിയായിട്ട് അവർക്ക് ഫീൽ ചെയ്യാം. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഭാരാണോ? 50 വഖത്തിനെ 5 വഖത്തിലേക്ക് മാറ്റിത്തന്ന റഹ്മാനായ റബ്ബിന്റെ കാരുണ്യം. 5 വഖത്ത് നിസ്കരിക്കുമ്പോ 24 മണിക്കൂർ തന്ന് അതിൽ 1 മണിക്കൂർ പോലും നമുക്ക് 5 നേരം നിസ്കരിക്കാനുള്ള സമയം എടുക്കണില്ല. പക്ഷെ നമുക്ക് ഭാരമായി ഫീൽ ചെയ്യുന്നുണ്ടോ? അവിടെ നമ്മുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ എന്ന ബേജാർ നമുക്ക് ഉണ്ടാകണം. അള്ളാഹു അത്തരം ദുരന്തങ്ങളിൽ നിന്ന് കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതാണ് 8-മത്തത്. 8 ക്ലിയർ ആണെങ്കിൽ 9 എന്ന് ടൈപ്പ് ചെയ്യാം.
ഒമ്പതാമത്തത് മരിക്കുന്ന സമയത്ത് പ്രയാസം ഉണ്ടാകും എന്നുള്ളതാണ്. ഖബറിൽ പ്രയാസം ഉണ്ടാകും എന്നുള്ളതാണ്. ഒരുപാട് അമുസ്ലിങ്ങളായ രോഗികൾ കിടക്കുന്നതിനിടയിൽ ഒരു മുസ്ലിമായ വ്യക്തി ഇങ്ങനെ രോഗിയായി കിടക്കുകയാണ്. എപ്പോഴും മരിക്കാം, പക്ഷെ അദ്ദേഹത്തിന്റെ മുഖത്ത് മാത്രം ഒരു പ്രഭ, ഒരു സന്തോഷം, ഒരു പ്രകാശം. അത് കണ്ടപ്പോ ഡോക്ടർ ചോദിച്ചു, അല്ല നിങ്ങൾക്ക് മാത്രം എന്താ ഒരു പ്രത്യേക സന്തോഷമുള്ളത്? അപ്പൊ മുസ്ലിമായ ആ വ്യക്തി പറഞ്ഞു, ഇസ്ലാമിൽ ഏറ്റവും പ്രാധാന്യമുള്ള സംഗതിയാണ് നിസ്കാരം. ആ നിസ്കാരം ഞാൻ മാക്സിമം ശ്രദ്ധയോടെ, മാക്സിമം നന്നാക്കാൻ, അത് കൃത്യം സമയത്ത് കൊണ്ടു നടക്കാൻ ഞാൻ പരിശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ നിസ്കാരം കൃത്യമായി നിർവഹിച്ചത് കൊണ്ടാണ് എനിക്ക് ആ സമാധാനമുള്ളത്. പ്രിയപ്പെട്ട സഹോദരിമാരെ, നമുക്ക് ആ സമാധാനം പറയാൻ, അവകാശപ്പെടാൻ നമുക്ക് സാധിക്കൂ? നമ്മുടെ നിസ്കാരത്തെ കുറിച്ച് 100-ൽ എത്ര മാർക്ക് നമ്മൾ കൊടുക്കും? ഇന്ന് നിസ്കരിച്ച 5 വഖത്ത് നിങ്ങൾ എടുക്കി, ഇന്ന് നിസ്കരിച്ച 5 വഖത്ത് എടുക്കി, അല്ല 4 വഖത്ത് എടുക്കി, ഇന്നലത്തെ നിസ്കാരം എടുക്കി, എത്ര മാർക്ക് നിങ്ങൾ കൊടുക്കും? നമ്മൾ ഓരോരുത്തരും നമ്മുടെ നിസ്കാരത്തിന് എത്ര മാർക്ക് കൊടുക്കും? ആ മാർക്ക് ഉയർന്ന അവസ്ഥയിലേക്ക് പോകുമ്പോഴല്ലേ നമുക്ക് സമാധാനത്തോടെ മരണപ്പെടാൻ പറ്റും. കാരണം മരിച്ചാലാണ് നാളെ പരലോകത്ത് വിചാരണുള്ളത്. മരണം മുതൽ അതിന്റെ പ്രതിസന്ധികൾ നമ്മൾ അനുഭവിച്ചു തുടങ്ങും. മഹാന്മാരായ പണ്ഡിതന്മാര് പറയുകയാണ്, ഒരാളുടെ ഖബറിൽ അടിമക്ക് കൂട്ടായി മാറുന്നത് നിസ്കാരമായിരിക്കും. കൃത്യമായി അവൻ നിസ്കരിച്ചവനാണോ, നിസ്കരിക്കേണ്ട രീതിയിലും രൂപത്തിലും ശ്രദ്ധയോടെ നിസ്കരിച്ച വ്യക്തിയാണോ, ആ നിസ്കാരം അവന് തുണയായി മാറും. പേര് നിസ്കരിച്ച ആളുകളെ കുറിച്ചല്ല പറയണത്. മരണത്തിന്റെ സമയത്തുണ്ടാകുന്ന വെപ്രാളം, വേദനകൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അതൊക്കെ ആ നിസ്കാരം കാരണം അവന് ലഘുവായി മാറും. ദുനിയാവിലെയും ആഖിറത്തിലെയും പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ആ ബുദ്ധിമുട്ടുകളിൽ ക്ഷമിക്കാനും അതിനെ അതിജയിക്കാനുമുള്ള ഒരു പ്രത്യേക സ്പെഷ്യൽ തൗഫീക്കും സഹായം റബ്ബിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. ഇതൊക്കെ ആർക്കാ കിട്ടുക? നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്ന ആളുകൾ. അതാണ് 9-ാമത്തത്. 9 ക്ലിയർ ആണെങ്കിൽ 10 എന്ന് ടൈപ്പ് ചെയ്യാം. നമ്മുടെ കുടുംബത്തെ ഒക്കെ വിട്ട് നമ്മൾ പോകുന്ന സമയമാണ് മരണം എന്നുള്ളത്. ആരും ഉണ്ടാവില്ല നമ്മുടെ കൂടെ കിടക്കാൻ. ഇവിടെ നമ്മുടെ കൂടെ കിടക്കാൻ വീട്ടിൽ നമ്മൾ ഒറ്റക്ക് പലപ്പോഴും കഴിയില്ല. ആരും ഇല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും വിളിക്കും. നമ്മുടെ കുടുംബത്തിലുള്ള കെട്ടിച്ചയച്ച മോളോട് പറയും, ഒന്ന് വരണം. ഇവിടെ ആരുമില്ല അല്ലേ? അല്ലെങ്കിൽ നമ്മൾ മോളോടത്തേക്ക് പോകും. എന്നാൽ ആരുമില്ലാത്ത ഖബറിൽ 6 അടി മണ്ണിൽ നമ്മൾ കിടക്കേണ്ടി വരും. ചിലപ്പോൾ നൂറ്റാണ്ടുകളോളം ചിലപ്പോൾ കിടക്കേണ്ടി വരും. അന്ന് കൂട്ടിനുള്ളത് നമ്മുടെ നിസ്കാരാണ്. അന്ന് ഖബറിലുള്ള പ്രകാശം നമ്മുടെ നിസ്കാരാണ്. അത് കൃത്യമായി നിർവഹിക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം ആ പ്രകാശം ഉണ്ടാവില്ല, ഇരുട്ടായിരിക്കും. കൂട്ടിനാളില്ലാത്ത അവസ്ഥ ഖബറിൽ എത്ര പ്രയാസമുള്ള സംഗതിയാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. 10-ാമത്തത്, എല്ലാറ്റിനും പുറമെ പരലോകത്തെത്തുമ്പോ വൈലെന്ന് പറയുന്ന നരകത്തിൽ, നരകത്തിന്റെ താഴ്വരകളിൽ കിടന്നെരിയേണ്ട അവസ്ഥ
നിസ്കാരത്തെ വില കുറച്ച് കാണിച്ച ആളുകൾക്ക് ഉണ്ടാകും. നിസ്കാരത്തിന് പ്രാധാന്യം കൊടുക്കാത്തവർ, ഗൗരവത്തോടുകൂടെ കാണാത്തവർ. നമുക്കൊക്കെ മനഃപ്പാടമുള്ള സൂറത്തുൽ മാഊൻ, അതിൽ അല്ലാഹ് പറഞ്ഞതാണ് ഫവൈലുൽ ലിൽ മുസല്ലീൻ, നിസ്കരിക്കുന്ന ആളുകൾക്ക് നാശം. അവർക്ക് വൈലുണ്ട് എന്ന് പറഞ്ഞ, വൈല് എന്ന് പറഞ്ഞാൽ അത് നരകത്തിലെ താഴ്വരയാണ്. അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, അവർ നിസ്കാരത്തെ തൊട്ട് അശ്രദ്ധരാണ്. എന്താ അശ്രദ്ധര എന്ന് പറഞ്ഞ? നിസ്കരിക്കാത്ത ആളുകളല്ല അവർ. നിസ്കരിക്കാത്ത ആളുകളെ കുറിച്ചല്ല പറയണത്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു ഒരു ആയത്ത് വിശദീകരിക്കുമ്പോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ വിശദീകരണം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കാരണം വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനിക്കാനുള്ള തൗഫീക്ക് കൊടുക്കണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ച വ്യക്തിയാണ് ആര്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഓക്കെ, ആ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഹുമുൽ ലദീന യുഅഖിറൂന സ്വലാത്ത അൻ വഖ്തിഹാ, ഇവിടെ അള്ളാഹു നാശമുണ്ട് എന്ന്, നിസ്കരിക്കുന്ന ആളുകൾക്ക് നാശമുണ്ട് എന്ന് പറഞ്ഞാൽ നിസ്കാരക്കാരെ അറിയോ? അല്ലദീന യുഅഖിറൂന സ്വലാ അൻ വഖ്തിഹാ, നിസ്കാരം അതിന്റെ സമയത്തെ തൊട്ട് പിന്തിച്ചവരാണ്. ഒരു വിശദീകരണം അതാണ്. മറ്റൊരു വിശദീകരണം, നിസ്കാരത്തെ കുറിച്ച് തന്നെ ഒരു ശ്രദ്ധയും സംഗതി ഒന്നുമില്ല, അത് ഇങ്ങനെ അവഗണിച്ചു പോകുന്ന അവസ്ഥ. അള്ളാഹ് കാക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരിമാരെ, ഈ 10 അപകടങ്ങൾ, 10 അപകടം ഞാൻ പറഞ്ഞു നിർത്തുകയാണ്. 10 അപകടങ്ങൾ അതിലൊതുങ്ങുന്ന സംഗതിയല്ല, ഇനിയുമുണ്ട്. പക്ഷെ ഈ 10 അപകടങ്ങൾ തന്നെ മതി നമുക്ക് ഇതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നിരന്തരം നമ്മൾ ഇത്തരം അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, നമ്മൾ നമ്മുടെ നിസ്കാരം അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. ആളുകൾ 3 രീതിയിലാണ്, അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കും. ആളുകൾ 3 രീതിയിലാണ്. നമ്മൾ ഈ 3 വിഭാഗത്തിൽ നമ്മൾ ഏത് വിഭാഗത്തിലാണുള്ളത് നമ്മൾ ആലോചിക്കുക. ഒന്നാമത്തെ വിഭാഗം എന്ന് പറഞ്ഞാൽ അവർക്ക് ഞാൻ നിസ്കരിക്കുന്ന ആളുകളെ കുറിച്ച് മാത്രം കേട്ടോ പറയുന്നത്, നിസ്കരിക്കാത്ത ആളുകളെ കുറിച്ച് പറയാനേ ഇല്ല. കാരണം അവർക്ക് ഇസ്ലാമിൽ സ്ഥാനമില്ല. നിസ്കാരം ഒഴിവാക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അവന് മുസ്ലിമായിട്ട് വരെ ഗണിക്കാൻ പാടില്ല. അതാണ് ഹദീസുകൾ പഠിപ്പിക്കുന്നത്. ഇസ്ലാമിന്റെ വൃത്തത്തിൽ നിന്നും പുറത്തു പോകുന്ന അവസ്ഥ, കുഫ്രിലേക്ക് എത്തുന്ന അവസ്ഥ. അള്ളാഹു കാക്കട്ടെ. എപ്പോഴെങ്കിലൊക്കെ നിസ്കരിക്കാൻ മടി തോന്നുമ്പോ നമ്മൾ ആലോചിക്കട്ടെ. ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി അതാണ്. നിസ്കരിക്കുന്ന ആളുകൾ തന്നെ 3 വിഭാഗം, അതേ പറയുന്നു. അതിൽ ഒന്നാമത്തെ വിഭാഗം എന്ന് പറഞ്ഞാൽ നിസ്കരിക്കണമൊക്കെ ഉണ്ട്, പക്ഷേ നിസ്കാരത്തെ കുറിച്ച് വലിയ ബേജാറും ടെൻഷനൊന്നും ഇല്ല. അവര് ചിലപ്പോ വൈകി നിസ്കരിക്കുമ്പോ തന്നെ പിന്നെ ദുനിയാവിനെ കുറിച്ചായിരിക്കും മുഴുവൻ ആലോചന ഉള്ളത്. എഴുസലാച്ചൻ പറഞ്ഞ കോഴി കൊത്തുന്നത് പോലെ വേഗം കൊത്തിയിട്ട് നിസ്കരിച്ചു പോകും. ഇനി ഇടക്ക് നിസ്കാരം ഒഴിവാക്കിയാലും എനിക്ക് പ്രശ്നമില്ല, അത് ഖളാ ആയാലും പ്രശ്നമില്ല, സമയം തെറ്റിയാലും പ്രശ്നമില്ല. യാത്രകളിൽ ഒഴിവാക്കിയാൽ, പിന്നെ വിശേഷ ദിവസങ്ങളിൽ, വിവാഹവേളകളിൽ, അതിലൊന്നും നിസ്കാരത്തിന് വലിയ പ്രാധാന്യമൊന്നുമില്ല. അത് പിന്നെ നിസ്കരിക്കാം, പ്രശ്നമില്ല, ഇത് നടക്കട്ടെ. നിസ്കാരത്തിന് മനസ്സിൽ ഒരു വിലയും കൊടുക്കാത്ത ആളുകൾ, എന്നാൽ മുസ്ലിം ആണല്ലോ എന്ന അവസ്ഥയിൽ ആളുകൾ കാണുമല്ലോ എന്നൊക്കെ ചിന്തിച്ച് അങ്ങനെ നിസ്കരിച്ച് പോകുന്ന ആളുകൾ, ആ വിഭാഗത്തിൽ നമ്മളാരും ഉണ്ടാകാൻ പാടില്ല. അത് പരാജയം ഏറ്റുവാങ്ങുന്ന വിഭാഗമാണ്. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. രണ്ടാമത്തെ വിഭാഗം എന്ന് പറഞ്ഞാൽ അവർ നിസ്കരിക്കുന്ന ആളുകളാണ്, നിസ്കാരത്തിന് വില കൊടുക്കുന്ന ആളുകളാണ്. പക്ഷേ നിസ്കാരത്തെ കുറിച്ച് അവർക്ക് എന്റെ നിസ്കാരം ഒന്നുകൂടി റെഡിയാക്കാണ്ട്, എന്റെ ശ്രദ്ധ ഒന്നുകൂടി, പിന്നെ ശ്രദ്ധ പലപ്പോഴും അശ്രദ്ധമായിട്ട് ഞാൻ നിസ്കരിച്ചു എന്നുള്ളൊരു തോന്നലൊന്നുമില്ല. ഇപ്പോ എപ്പോഴും ഒരു വേദനയായി, ഒരു സങ്കടമായി നിസ്കാരത്തെ കൊണ്ടുനടക്കുന്ന ആളുകൾ. നിസ്കാരം റെഡിയാക്കണല്ലോ, റെഡി ആയിട്ടില്ലല്ലോ, ഒരു സുഖം കിട്ടും, നിസ്കരിക്കുമ്പോ ഒരു ഫീലിംഗ് കിട്ടണില്ലല്ലോ.
എപ്പോഴും ഉണ്ടാവില്ല. എന്നാൽ പല സമയത്തും അങ്ങനെ ഒരു ചിന്ത വരും. തെക്ബീർ കെട്ടിക്കഴിഞ്ഞാൽ ഫുള്ള് ദുനിയാവിന്റെ ചിന്ത മാത്രമാണല്ലോ. എന്നാ അവരെ നിസ്കാരം നോക്കിയവര് പണ്ട് ചെറുപ്പത്തിൽ പഠിച്ച ആ ഒരു പഠനം മാത്രമേ നടന്നിട്ടുണ്ടാവുള്ളൂ. അതിനായിട്ട് പുതുതായി പഠിക്കുക, മനസ്സിലാക്കുക അങ്ങനൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. ചിലപ്പോ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ പല തെറ്റുകളും ഉണ്ടായിട്ടായിരിക്കും ഈ പ്രായത്തിലും ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. അതാണ് രണ്ടാമത്തെ വിഭാഗം. അവർ ഒന്നാമത്തെ വിഭാഗത്തിൽ നിന്നും വ്യത്യസ്തരാണെങ്കിലും രണ്ടാമത്തെ വിഭാഗവും പരാജിതരാണ്. കാരണം ടെൻഷൻ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, ആശങ്ക മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. ആശങ്ക സ്റ്റെപ്പായി മാറണം, ആക്ഷനായി മാറണം. അതാണ് മൂന്നാമത്തെ വിഭാഗം. അവർക്ക് നിസ്കാരത്തെക്കുറിച്ച് അവരുടെ മനസ്സിൽ വലിയ സ്ഥാനമുണ്ട്. ദുനിയാവിനേക്കാൾ, ദുനിയാവിന്റെ തിരക്കുകളേക്കാൾ അവർ പ്രാധാന്യം കൊടുക്കുന്ന നിസ്കാരത്തെ കുറിച്ചാണ്. അതുകൊണ്ട് നിസ്കാരം പഠിക്കാനും മനസ്സിലാക്കാനും അത് അപ്ഡേറ്റ് ചെയ്യാനും അതിൽ ശ്രദ്ധ കൊണ്ടുവരാനും നിരന്തരം അവർ പരിശ്രമിക്കും. ഞാൻ ചെറുപ്പത്തിൽ പഠിച്ചല്ലേ, ഇനിയിപ്പോ ഞാൻ ഈ പ്രായത്തിലൊക്കെ അങ്ങനെ ചിന്തിക്കൂല. പഠിക്കാനുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്തും. കേവലം കേട്ടുപോകല്ല, കേവലം ഏതെങ്കിലും ക്ലാസ് കേട്ടുപോകല്ല. നോട്ട് പുസ്തകം എടുത്ത് പേനയെടുത്ത് അത് പഠിക്കേണ്ട രീതിയിലും രൂപത്തിലും സിസ്റ്റമാറ്റിക്കായി പഠിച്ച് അതിലെ ആശയങ്ങൾ കൃത്യമായി ജീവിതത്തിൽ പകർത്താൻ അങ്ങേയറ്റത്തെ നിരന്തര പരിശ്രമം. ഒരു ദിവസമല്ല, 2 ദിവസമല്ല, ആത്മാവ് തൊണ്ടക്കുഴിയിലെത്തുന്ന സമയം വരെ ആ നിസ്കാരം നന്നാക്കാനുള്ള പരിശ്രമം. അവനാണ് വിശ്വാസം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഈ മൂന്നാമത്തെ വിഭാഗത്തിൽ നമ്മളുണ്ടോ? നമുക്ക് സമാധാനിക്കാൻ വകുപ്പുണ്ട്. പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മൾ ആലോചിക്കുക, നമ്മൾ എപ്പോഴാ നിസ്കാരം പഠിച്ചത്? നമ്മൾ എത്രത്തോളം നിസ്കാരം മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്? ഇനി ഏറ്റവും നമ്മൾ ആളുകളെ മൊത്തത്തിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രീതിയിലും രൂപത്തിലും നിസ്കാരത്തിൽ നിന്ന് വരെ ഒരുപാട് അബദ്ധങ്ങൾ ചെയ്യുന്ന, അല്ലെങ്കിൽ അറിവില്ലായ്മ കൊണ്ട് ഒരുപാട് അബദ്ധങ്ങൾ സംഭവിച്ചു പോകുന്ന അവസ്ഥ കാണാറുണ്ട്. നാളെ പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ നീ ഒന്നും നിസ്കരിച്ചിട്ടില്ല, നിന്റെ നിസ്കാരമൊന്നും സ്വീകരിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ ദുരന്തം വരാനില്ല. ശ്രദ്ധ കൊണ്ടുവരണം, ശ്രദ്ധയോടെ നിസ്കരിക്കണം എന്നൊക്കെ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. അള്ളാന്റെ മുമ്പിലാണ് നിൽക്കുന്നതെന്ന ബോധം വരണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. ഇത് നമ്മുടെ മനസ്സിലൊക്കെ വലിയ ആശങ്കയായി മാറിയപ്പോഴാണ് ശരിക്ക് ഹിമായ അതിനു വേണ്ടിയുള്ള ഒരു സൊല്യൂഷൻ എന്ന നിലക്കാണ് നമ്മളെ മൈൻഡ്ഫുൾ സ്വലാ മാസ്റ്ററി എന്ന കോഴ്സ് ലോഞ്ച് ചെയ്തത്. ആദ്യം നമ്മൾ ചെയ്തത് 7 ദിവസത്തെ ഒരു ഫ്രീ കോഴ്സ് നമ്മൾ വെച്ചു. കാരണം മാറട്ടെ, ആളുകൾക്ക് മാറട്ടെ, ജീവിതത്തിൽ മാറ്റം ഉണ്ടാകട്ടെ. ഞാൻ വീണ്ടും പറയുന്നു, പ്രിയപ്പെട്ട സഹോദരിമാരെ, നിസ്കാരം ശരിയായാൽ ജീവിതം ശരിയാകും. അതാണ് ഇസ്ലാമിലെ നിസ്കാരം. നിസ്കാരം ശരിയായാൽ ജീവിതം ശരിയാകും. ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും. കട്ടായി പോകണ്ടോ? അതോ സാബിറ മാമിന് മാത്രമാണ്? ഒരു വോയിസ് ഓക്കെ ആണെങ്കിൽ ഓക്കെ എന്ന് ടൈപ്പ് ചെയ്യും. ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും നിസ്കാരം ശരിയായി നിർവഹിച്ചാൽ. അത് നമ്മൾ 7 ദിവസത്തെ വെച്ചു. അൽഹംദുലില്ലാഹ് ഒരുപാട് ആളുകൾ ആ 7 ദിവസത്തെ ഫ്രീ കോഴ്സ് അറ്റൻഡ് ചെയ്തിട്ട് തന്നെ ഒരുപാട് മാറ്റങ്ങൾ സന്തോഷത്തോടെ ഫീഡ്ബാക്കുകളായിട്ട് പങ്കുവച്ചിട്ടുണ്ട്. അവിടെ നിന്നാണ് ശരിക്ക് ഇതിൽ നിർത്തിയാൽ പോരാ, ഇത് ഗൗരവത്തോടെ പഠിക്കുന്ന, ഇത് ജീവിതത്തിൽ മാറ്റമുണ്ടാക്കുന്ന കൃത്യമായ ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യണമെന്ന ആഗ്രഹത്തിലാണ് 2 മാസത്തെ സഹോദരിമാർക്ക് മാത്രമായി ലേഡി കോർഡിനേറ്ററിന്റെ നേതൃത്വത്തിൽ അൽഹംദുലില്ലാഹ് മൈൻഡ്ഫുൾ സ്വലാ മാസ്റ്ററി എന്ന ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അള്ളാഹുവിന്റെ തൗഫീഖോടുകൂടെ ഞാൻ പറയട്ടെ, ഇൻഷാ അല്ലാഹ് ഈ 2 മാസത്തെ ഈ സിസ്റ്റം, ഈ ഒരു മാസ്റ്ററി കോഴ്സ് നമുക്ക് ഒരുപാട് ഗുണം ചെയ്യുന്നുള്ള വിഷയത്തിൽ സംശയമല്ല. കാരണം ഇതിന്റെ ഓരോ കാര്യങ്ങളും അങ്ങനെയാണ്, അത്രയും ഗൗരവത്തിലാണ് നമ്മൾ ക്ലിയർ ആയി വിശദീകരിക്കുന്നത്. ഒക്കെ അതിൽ പഠിപ്പിക്കുന്നുണ്ട്.
നസീമമൻ ഒക്കെ അതിൽ വരും. നിസ്കാരം കൊണ്ട് നമുക്ക് എന്തൊക്കെ കിട്ടണം അതെല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ സംശയങ്ങളൊക്കെ തീരുന്ന രീതിയിൽ അൽഹംദുലില്ലാ അത് ക്രമീകരിച്ചിട്ടുള്ളത്. ഓക്കെ, അത് ഓൾറെഡി ഇന്നലെ അതിന്റെ ഇൻട്രോ, ആ കോഴ്സിന്റെ രൂപം കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് ഇന്നലെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. പക്ഷെ ഇന്നലെ നമ്മൾ ക്ലാസ്സിലേക്ക് കടന്നിട്ടില്ല, ഒന്നാമത്തെ ക്ലാസ്സിലേക്ക് കടന്നിട്ടില്ല. കോഴ്സ് ഉപകരിക്കാനുള്ള സംഗതി അത് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അതാണ് ഇന്നലെ പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് അതിന്റെ ഫസ്റ്റ് ക്ലാസ് വരുന്നത് ചൊവ്വാഴ്ചയാണ്. ഫസ്റ്റ് ക്ലാസ് വരുന്നത് ചൊവ്വാഴ്ചയാണ്. ആ ചൊവ്വാഴ്ച നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ജോയിൻ ചെയ്യുക എന്നുള്ളത് പ്രയാസമാണ്. ഇനി അടുത്തൊരു ബാച്ച് വരുമോ നമുക്ക് അറിയില്ല, അടുത്ത ബാച്ച് വരെ നമ്മൾ ഉണ്ടാകുമോ നമുക്കറിയില്ല. അതുകൊണ്ട് നമ്മൾ നിസ്കാരത്തിന് ഞാൻ പറയും, ഇവിടുന്ന് തന്നെ നിങ്ങൾ പഠിക്കണ ഒരു നിർബന്ധമല്ല. പക്ഷെ ഇവിടുന്ന് ഇതിന് ഇത്രയും ഗൗരവത്തോടു കൂടെ ഈ നിസ്കാര പഠന കോഴ്സ് അത്രയും പ്രാധാന്യത്തോടു കൂടെ അതിന്റെ ഓരോ കാര്യങ്ങളും, കാരണം നമുക്ക് കുറെ പ്രശ്നങ്ങളുണ്ട് നിസ്കാരവുമായി ബന്ധപ്പെട്ട്, ശ്രദ്ധ കിട്ടണില്ല. അപ്പൊ ശ്രദ്ധ കിട്ടാനുള്ള പെർഫെക്റ്റ് സ്വലാ ട്രാക്കർ അടക്കം അൽഹംദുലില്ലാ അതിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ ദിവസവും നമ്മൾ നമ്മുടെ നിസ്കാരത്തെ വിലയിരുത്തും. അതിന്റെ സിസ്റ്റം ഞാൻ കൂടുതലായി വിശദീകരിക്കുന്നില്ല. വേണ്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്ത് ചെയ്യാം, അവർക്ക് പിന്നെ കോർഡിനേറ്റർ നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. 7907608960 എന്ന നമ്പറിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റും. അതിന്റെ ഫീസ്, ആക്ച്വൽ ഫീസ് ശരിക്ക് പിന്നെ 2500 രൂപയാണ്. പക്ഷെ ഇപ്പൊ നമ്മൾ ആദ്യത്തെ ബാച്ച് നിലക്ക് വെറും 1500 രൂപയാണ് അതിന് നമ്മൾ ഫീസാക്കിയിട്ട് നിശ്ചയിച്ചിട്ടുള്ളത്. അഥവാ 1500 രൂപ എന്ന് പറഞ്ഞാൽ 2 മാസത്തിനാണ്. ദിവസം ഒരു 25 രൂപ മാത്രമാണ് അതിൽ നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 25 രൂപ മാത്രം നമുക്കത് ചെലവഴിക്കേണ്ടി വരും. നമ്മൾ ഗൗരവത്തോടുകൂടെ ഈ ഒരു നിസ്കാരം ശരിയാക്കാൻ വേണ്ടി നമ്മൾ എത്രത്തോളം ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് അൽഹംദുലില്ലാ ഏകദേശം ഇപ്പോ 80-നടുത്ത ആളുകൾ ഓൾറെഡി, പിന്നെ 80ഓളം ആളുകൾ ഓൾറെഡി ജോയിൻ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഇനി ആരെങ്കിലും ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. തുടങ്ങി കഴിഞ്ഞതിന് ശേഷം പിന്നെ ക്ലാസ് ആയിട്ട് മുന്നോട്ട് പോയതിനു ശേഷം പലപ്പോഴും പലരും വരാറുണ്ട്. അത് പിന്നെ നമുക്ക് ജോയിൻ ചെയ്യാൻ പ്രയാസമായിരിക്കും. പിന്നെ ക്ലാസ്സുകളൊക്കെ പെൻഡിങ് ആയി വരുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവും. അപ്പൊ പിന്നെ കേൾക്കാൻ മടിയാകുന്ന അവസ്ഥ ഉണ്ടാവും. ഇത് നമുക്ക് എല്ലാവിധ സപ്പോർട്ടും ഈ വിഷയം തന്നുകൊണ്ട് ലേഡി കോഡിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന സംഗതിയാണ്. ഇത് നമ്മുടെ മനസ്സിലെ വിഷമം, നിസ്കാരത്തെ കുറിച്ചുള്ള സങ്കടം ഇല്ലാതാക്കാൻ വേണ്ടി ഇൻഷാ അല്ലാഹ് അള്ളാന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ ഈ 2 മാസം കഴിഞ്ഞ് അതിലെ പഠിതാക്കൾ അവർ പങ്കുവെക്കുന്ന ഫീഡ്ബാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും, പഠിച്ചോനെ എനിക്കും ചേർന്നാൽ മതിയായിരുന്നു, ഞാൻ 2 മാസത്തെ നഷ്ടപ്പെടുത്തിയല്ലോ. നമുക്ക് നീട്ടിവെക്കാൻ സമയമല്ല, നമ്മുടെ മുമ്പിൽ സമയമല്ല, നീട്ടിവെക്കാൻ നമുക്ക് സമയമല്ല. നമ്മുടെ ആയുസ്സാണ് കുറഞ്ഞ ആയുസ്സാണ്. അതുകൊണ്ട് അള്ളാന്റെ മുമ്പിൽ നമുക്ക് വെക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്ത് അത് നന്നാക്കാൻ പഠിച്ചോനെ ഈ 2 മാസം ഞാൻ പരിശ്രമിച്ചിട്ടുണ്ട്. അത് നന്നാക്കാൻ ഞാൻ കൃത്യമായി പഠിച്ചിട്ടുണ്ട്. നമ്മൾ പേനയെടുത്ത് പുസ്തകമെടുത്ത് ഒരു മതപഠിതാവായി, ഒരു വിദ്യാർത്ഥിയായി നമ്മൾ പഠിക്കുന്ന 2 മാസത്തെ കാലഘട്ടം നാളെ പരലോകത്ത് വരുമ്പോ നമ്മുടെ ജീവിതം മുഴുവൻ അള്ളങ്ങനെ സ്ക്രീനിൽ തെളിഞ്ഞു വരുന്നത് പോലെ വവജദു മഅമിലു ഹാദിറ ഒക്കെ പഠിച്ചു അങ്ങനെ കാണിച്ചു തരും. ഓരോ നമുക്ക് 30 വയസ്സായത്, 28 വയസ്സായത്, അതിലെ ശനികൾ ഞായറുകൾ, അതിലെ മെയ്, അതിലെ ഓഗസ്റ്റ് ഒക്കെ പോകുന്ന പടച്ചോന് സ്ക്രീനിൽ തെളിഞ്ഞു വരുന്ന നമ്മളെ കർമ്മങ്ങളൊക്കെ കാണും. അപ്പൊ ഈ 2 മാസത്തിലേക്ക് എത്തുമ്പോ നമുക്കുണ്ടാകുന്ന സന്തോഷം ഉണ്ടാകും. മനസ്സിലായി? ആ 2 മാസത്തിലേക്ക് നമ്മൾ എത്തുമ്പോ അതിൽ നമുക്കുണ്ടാകുന്ന സമാധാനം ഉണ്ടാകും, സന്തോഷം ഉണ്ടാകും. ദുനിയാവിന് വേണ്ടി നമ്മൾ എത്ര ഇതാക്കിയാലും നമുക്ക് പ്രശ്നമല്ല, അതിന് സമയം ചെലവഴിക്കുന്ന പ്രശ്നമില്ല, അതിന് നമുക്ക് ക്യാഷ് ഇതാക്കണമെങ്കിൽ പ്രശ്നമല്ല. മനസ്സിലായോ? പക്ഷെ ഇത് വരുമ്പോ നമുക്ക് പലപ്പോഴും, കാരണം യൂട്യൂബിലൊക്കെ കുറേ സംഗതികൾ നമുക്ക് കിട്ടും, പക്ഷെ അവിടെ പഠനം നടക്കൂല. അവിടെ നമ്മൾ ഡിസ്ട്രാക്ഷനാണ്. ഞാൻ ഇങ്ങനെയൊക്കെ പറയും, നിങ്ങൾ പിന്നെ അതിൽ ജോയിൻ ചെയ്യാനും നിങ്ങളെ ഫീസ് ഇട്ടാൽ അതൊന്നും നമ്മുടെ മെയിൻ അജണ്ടയേ അല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രീ കോഴ്സ് 7 ദിവസത്തെ കൊടുക്കേണ്ട ആവശ്യമില്ല, അതിനും ഫീസ് വാങ്ങാലോ. ഈ നിസ്കാരം നന്നാക്കാൻ, പക്ഷെ ഇത് ഗൗരവത്തോടെ കാണുന്ന, ഇതൊരു പഠന സിസ്റ്റമായിട്ട് ഇത് കൊണ്ടു നടക്കുന്ന ഈ 2 മാസം ഫീസ് അടച്ചു പഠിക്കുമ്പോ തന്നെയാണ് ഇതിന് ഗൗരവം ഉണ്ടാകുക. ഇല്ലെങ്കിൽ എന്ത് വെച്ചാൽ ഇതൊരു പിന്നെ ഒരു സിമ്പിൾ സംഗതിയായിട്ട് നിങ്ങൾ മാറും. അങ്ങനെ മാറുന്ന ഒരാളും ഒരു ലാഘവത്തോടെ ഒന്ന് കയറി നോക്കുക, അങ്ങനെ ഒരാളും ജോയിൻ ചെയ്യണ്ട, അങ്ങനെ ഒരാളും ഇതിൽ ജോയിൻ ചെയ്യണ്ട. മനസ്സിലായോ? എനിക്ക് മാറണം, നിസ്കാരം മാറണം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന
ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇൻഷാ അല്ലാഹ് അവർക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ഇതിന് കൂടുതലായിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് വേണ്ടത് വേണ്ട ആളുകൾ ഓൾറെഡി നമ്മുടെ റംഷിന മേമിനെ കോണ്ടാക്ട് ചെയ്യാം. 79 ഞാൻ അതിന്റെ കോണ്ടാക്ട് നമ്പർ ഒന്നുകൂടി ചാറ്റ് ബോക്സിൽ ഇടാം. 79 എഴുതിയെടുക്കുന്ന ആളുകൾക്ക് എഴുതിയെടുക്കാം. 07 60 89 60 ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ഇനി ഗ്രൂപ്പിൽ വേണമെങ്കിൽ ഗ്രൂപ്പിൽ ഇതാക്കാം. അതിന്റെ ക്ലാസ്സിന്റെ ഞാൻ ഡീറ്റെയിൽസ് ആയി ക്ലാസ്സിന്റെ കാര്യങ്ങൾ പറയില്ല. ഓൾറെഡി നിസ്കാരത്തിന്റെ ജമാഅത്തിന്റെ സമയമായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കണം. നിങ്ങൾ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഇതിന്റെ ഡെമോ വീഡിയോ ഉണ്ട്. ഡെമോ വീഡിയോ നിങ്ങൾക്ക് ഒരു വീഡിയോ തരും. ആ വീഡിയോയിൽ നിസ്കാര പഠന കോഴ്സിന്റെ ഫുൾ ഡീറ്റെയിൽസ്, അതിൽ എന്തൊക്കെയാണ്, ക്ലാസ് എങ്ങനെയാണ്, രൂപം എങ്ങനെയാണ്, എന്തൊക്കെ പഠിപ്പിക്കുക ഒക്കെ അതിൽ വിശദമായി വിശദീകരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൽ ജോയിൻ റംഷീന മേമിനെ കോൺടാക്ട് ചെയ്താൽ അതിന്റെ ഡീറ്റെയിൽസ് കിട്ടും. ഇൻഷാ അല്ലാഹ് ജോയിൻ ചെയ്യുന്ന ആളുകൾ ചൊവ്വാഴ്ചക്ക് മുമ്പായിട്ട് ജോയിൻ ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കും. ഇനി ഇതിൽ പഠിക്കാത്ത ആളുകൾ ഇതിൽ തന്നെ വന്ന് നിർബന്ധമായി ഇതിൽ പഠിക്കണം. വേറെ എവിടുന്ന് പഠിക്കുക അങ്ങനെയൊന്നും നമുക്ക് നിർബന്ധമല്ല. എവിടെ നിങ്ങൾക്ക് പഠിക്കാം. ഒറ്റ കാര്യം പറയാനുള്ളൂ, ഈ 10 അപകടം നമ്മുടെ ജീവിതത്തിൽ വരാൻ പാടില്ല. ഈ 10 അപകടം നമ്മുടെ ജീവിതത്തിൽ വരാൻ പാടില്ല. അത് വരാതിരിക്കാനുള്ള സിസ്റ്റാണ് നമ്മൾ ഈ 2 മാസത്തിൽ അതിന്റെ എല്ലാ പോരായ്മകളും, ഒരു മുസ്ലിമായ സഹോദരിയെ ബാധിക്കാവുന്ന എല്ലാ പോരായ്മകളും എല്ലാ അപകടങ്ങളും തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഈ കോഴ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതുകൊണ്ടാണ് അതിന്റെ പ്രാധാന്യം ഇത്രയും പറഞ്ഞത്. അള്ളാഹു സുബ്ഹാനഹു തആല കൃത്യമായി നിസ്കാരം പഠിക്കാനും മനസ്സിലാക്കാനും നമ്മുടെ പ്രിയപ്പെട്ട ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ച പോലെ സന്തോഷത്തോടെ നിസ്കരിക്കാനുള്ള തൗഫീഖ് റഹ്മാനായ റബ്ബ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മുടെ ദർസ് ക്ലാസ്സുകൾ എല്ലാ ആഴ്ചയും നടക്കുന്നതാണ്. അത് നിങ്ങൾ മിസ്സാക്കരുത്. അതിൽ ഓരോ തിരിച്ചറിവ് കിട്ടുന്ന ഓരോ വിഷയങ്ങൾ ഇൻഷാ അല്ലാഹ് വ്യത്യസ്ത വിഷയങ്ങൾ വരും നമ്മുടെ ജീവിതവുമായി കണക്ട് ചെയ്യുന്ന. അതൊരിക്കലും മിസ്സാകൂല. നമ്മൾ തീരുമാനിക്കുക, നമ്മുടെ പരിചയത്തിലുള്ള ആളുകളൊക്കെ ഇതിൽ ജോയിൻ ചെയ്യിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ തൗഫീഖും അനുഗ്രഹം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പ്രയാസങ്ങളും പ്രതിസന്ധികളും അള്ളാഹു തീർത്തു തരുമാറാകട്ടെ. ബറകല്ലാഹു ഫീക്കും, ജസാക്കുമുല്ലാഹു ഖൈറ. സുബ്ഹാനകല്ലാഹു വബിഹംദിക, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി